ഒരു 18 അല്ലെങ്കിൽ 19 വയസ്സാകുമ്പോൾ ഒരു സർക്കാർ ജോലി വാങ്ങുന്നു. എന്നിട്ട് 21, 22 വയസ്സാകുമ്പോഴേക്കും ഒന്നെങ്കിൽ സ്വന്തമായൊരു വീടൊക്കെ വെക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വീടൊക്കെ ഒന്ന് പുതുക്കി പണിത് നാട്ടിലുള്ള ആളുകളുടെയും നമ്മുടെ ബന്ധുക്കളുടെയും ഒക്കെ റെസ്പെക്ട് ഒക്കെ ഏൺ ചെയ്ത് അവരൊക്കെ നമ്മൾ വളരെ ബഹുമാനത്തോടെ കാണുന്നു. അങ്ങനെ നമ്മൾ നല്ല സുഖമായി ജീവിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഒരാളെടുത്ത് പോയി നമ്മളൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്മളെ കളിയാക്കും. കാരണം നമ്മുടെ നാട്ടിലുള്ള സർക്കാർ ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആണ്. ഏറ്റവും ഭയങ്കര കോമ്പറ്റീഷൻ ആണെന്നുള്ള ഒരു വലിയ വിഷയം അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നല്ല കോമ്പറ്റീഷൻ ആണുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അംഗീകരിക്കില്ല. അവർ കണ്ടിട്ടുള്ള എന്താ, 35 വയസ്സ് വരെ കഷ്ടപ്പെട്ട് പഠിച്ച് ചിലർക്ക് ജോലി കിട്ടും, ചിലർക്ക് ജോലി കിട്ടൂല, ചിലരുടെ ജീവിതത്തിന്റെ പകുതിയും അവര് PSC കോച്ചിങ്ങിന് വേണ്ടി ഹോമിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ ആരും അത് മുഖവിലേക്ക് എടുക്കുക പോലുമില്ല. നടക്കാത്ത കാര്യം, നീ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. പക്ഷേ നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു പരീക്ഷയുണ്ട്, ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും കോമ്പറ്റീഷൻ കുറഞ്ഞിട്ടുള്ള ഒരു പരീക്ഷ. ആ പരീക്ഷയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആ പരീക്ഷയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചാനലിൽ SSC GD പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പഠിക്കുന്നുണ്ട്, കണ്ടന്റുകൾ പഠിക്കുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാലും നമ്മുടെ കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഈ പരീക്ഷയെ പറ്റി അറിയില്ല. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലൊരാളാണ്, SSC GD എന്ന് പറയുന്ന പരീക്ഷ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരീക്ഷ നടന്നായിട്ട് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനും കാണുക. ഇനി ചിലപ്പോൾ ഇതിന്റെ ഉപഭോക്താവ് നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾക്കായിരിക്കും ഇതൊരു നല്ല അവസരമാവാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അനിയനോ അനിയത്തിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കും. വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ ആർക്കെങ്കിലും ഇതിൽ യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരീക്ഷ അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ പറയാൻ കാരണം, വരാൻ പോകുന്ന മാസത്തിൽ ഈ ഒരു പരീക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 5 അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ പരീക്ഷ നടക്കും. അപ്പൊ ഈ 6 മാസം കൊണ്ട് പഠിച്ച് ഒരു സർക്കാർ ജോലിയിലേക്ക് എത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും മികച്ച അവസരം ഇത് തന്നെയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. SSC GD പരീക്ഷയെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഏതൊരു പരീക്ഷയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു സാധനം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ചില പരീക്ഷകളുണ്ട് 100 വേക്കൻസി ഉണ്ടാവുള്ളൂ, പക്ഷെ എഴുതാൻ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആൾക്കാരുണ്ടാവും 100 വേക്കൻസിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത്തരം സമയങ്ങളിൽ ആ പരീക്ഷയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് പോവാന്ന് പറഞ്ഞത് ചില സമയത്ത് നടക്കാത്ത കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ ഭംഗിക്ക് പറയാം, നമ്മൾ ശ്രമിച്ചാൽ കിട്ടാത്തത്, മനുഷ്യന്മാര് ശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് ലോകത്തൊന്നുമില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. ഈ മത്സരിക്കുന്ന 10 ലക്ഷം ആൾക്കാർ അല്ലെങ്കിൽ 1 കോടി ആൾക്കാർ മനുഷ്യന്മാർ തന്നെയാണ്. അപ്പൊ അവിടെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സാധ്യതകളൊന്നും മങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷയെ പറ്റി മനസ്സിലാക്കുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് കോമ്പറ്റീഷൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ആ കോമ്പറ്റീഷനിൽ എന്തൊക്കെ ഉൾപ്പെടും? ഒന്ന് വേക്കൻസിയാണ്. ഞാൻ പറഞ്ഞ പോലെ 100 വേക്കൻസി കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തത് ഏജ് ലിമിറ്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 18 മുതൽ 40 വയസ്സ് വരെയുള്ള ആർക്കും എഴുതാം. ഇന്ത്യയിൽ ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനെ ഇല്ലേ? അത് കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ എക്സാം പാറ്റേണിൽ എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്, എല്ലാവർക്കും ഈസിയായി പഠിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ വന്ന് പരീക്ഷ എഴുതും. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഈ പരീക്ഷ പ്രശ്നക്കാരനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്താന്ന് പോലും ട്രൈ ചെയ്ത് നോക്കാതെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് പോകും. ഓക്കെ, അതൊക്കെ എന്താ ചെയ്യുക, കോമ്പറ്റീഷൻ കുറയ്ക്കും. ഈ 3 കാര്യങ്ങളാണ് ആക്ച്വലി യഥാർത്ഥത്തിൽ ഈ പരീക്ഷയുടെ കോമ്പറ്റീഷൻ ഇന്ത്യയിൽ ഏറ്റവും ചെറിയ കോമ്പറ്റീഷൻ ആക്കി മാറ്റുന്നത്. അതായത് ഇന്ത്യയിൽ ഇത്രയും കോമ്പറ്റീഷൻ കുറവുള്ള മറ്റൊരു മത്സര പരീക്ഷ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്നാമത്തത് വേക്കൻസിയാണ്. നിങ്ങൾ എടുത്തു നോക്കുക, കഴിഞ്ഞ ഒരു വർഷം കേരളത്തിലെ PSCക്ക് മുഴുവനായിട്ട് എത്ര വേക്കൻസി, എല്ലാ പരീക്ഷകളും കൂട്ടിക്കോ നിങ്ങൾ, എത്ര വേക്കൻസി നോക്കാം. ഇന്ത്യയിൽ മൊത്തത്തിൽ ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ മൊത്തത്തിൽ റെയിൽവേ നടത്തിയ പരീക്ഷയിൽ ടോട്ടൽ വേക്കൻസി എത്രയാ നോക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരെ SSC GDയിലേക്ക് വരിക. SSC GD കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 1.5 ലക്ഷം യുവാക്കൾക്കാണ് ജോലി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് 2023 50,000 വേക്കൻസി, 2024 50,000 വേക്കൻസി, 2025 50,000 വേക്കൻസി. ഈ പറയുന്ന വേക്കൻസികളിൽ 3 വർഷം കൊണ്ട് 1.5 ലക്ഷം ആളുകൾക്ക് ജോലി കിട്ടി. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 50,000 ആളുകൾക്കുള്ള ജോലി പെൻഡിങ് ആണ്. ഈ 1.5 ലക്ഷത്തിൽ 50,000 ആളുകൾക്ക് വേണ്ടിയുള്ള ജോലിന്റെ പ്രൊസീജിയർ കഴിയുന്നതേ ഉള്ളൂ. അവരിപ്പോ മെഡിക്കൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ ആ 50,000 ആൾക്കാർ എന്ത് ചെയ്യും, ജോലിയിലേക്ക് കടക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയൊരു അവസരം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് അറിയാമായിരുന്നു.
പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലുള്ള ആളുകൾ ഈ ഒരു പരീക്ഷയെ പറ്റി ബോധവാനാണോ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരത്തിൽ വേക്കൻസി ഉള്ള ഒരു പരീക്ഷ ഇവിടെ ഉണ്ട്. വേക്കൻസി മാത്രമാണ് ഇതിനെ പ്രത്യേകമാക്കുന്നത് അല്ല, ഏജ് ലിമിറ്റ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏജ് ലിമിറ്റ് ആണ് 18 മുതൽ 23 വരെയുള്ള വയസ്സ്. നമുക്കറിയാം നമ്മുടെ നാട്ടില് 18 മുതൽ 23 വരെയുള്ള വയസ്സ് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി അവിടെ കുറച്ച് അലമ്പൊക്കെ കാണിച്ച് കോളേജിൽ നടന്ന് അവസാനം കുറെ പരീക്ഷയൊക്കെ എഴുതി എങ്ങനെയൊക്കെ ഡിഗ്രിയൊക്കെ പാസ്സായി പുറത്തെത്തുന്നതിന് മുമ്പുള്ള ഒരു സമയമാണ് ഈ 23 എന്ന് പറയുന്ന വയസ്സ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം 18 മുതൽ 23 വരെയുള്ള വയസ്സ്. നമ്മളെ പാരന്റ്സിന്റെ ഇടന്ന് കുറച്ച് വിട്ടു നിന്ന്, എന്നാൽ നമുക്ക് ആവശ്യത്തിലധികം ഫ്രീഡം ഒക്കെ ഉള്ള, നമ്മൾ ഈ ലോകത്തിനെ കാണുന്ന, നമ്മൾ മെച്യൂർ ആവാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഈ 18 മുതൽ 23 വരെയുള്ള വയസ്സ്. ഈ വയസ്സിലുള്ള കേരളത്തിലുള്ള ഭൂരിഭാഗം കുട്ടികളും സീരിയസ് അല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോ അതിൽ ഒരാൾ സീരിയസ് ആണെന്ന് വിചാരിച്ചോ, ആ ഒരാൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ആഗ് ഇത് കിട്ടും. അവിടെയാ പോയിന്റ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ മറ്റു പരീക്ഷകളിലുള്ള പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ എഴുതുന്നുമില്ല. ഇനി എഴുതുന്ന ആൾക്കാരൊക്കെ ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ഇതിൽ എത്ര പേര് സീരിയസ് ആയിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 18ാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്ക് തോന്നാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് ഒരു ജോലിയാണ്, എനിക്ക് പഠിച്ചൊരു ജോലി വാങ്ങിയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ വർഷങ്ങളോളം ഡിഗ്രിക്ക് പഠിച്ച് ഏതെങ്കിലും ഒരു കമ്പനീന്റെ മുന്നിൽ ക്യൂ നിന്ന് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ട് 12,000 രൂപയ്ക്ക് ജോലി ചെയ്യേണ്ട ആൾക്കാരല്ല. നിങ്ങൾക്ക് അതിലും പൊട്ടൻഷ്യലിൽ ജോലി ചെയ്യാൻ പറ്റുന്ന അവസരം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 18 വയസ്സിൽ ഒരു കുട്ടി ചിന്തിക്കുകയാണ്, +2 കഴിയുമ്പോൾ ഒരു കുട്ടി ചിന്തിക്കുകയാണ് എനിക്കൊരു ജോലി വേണം, 6 മാസം മതി, ഇരുന്ന് 6 മാസം. ഇത് ഞാൻ തമാശയായിട്ട് പറയല്ല. ഈ ചാനലിൽ വീഡിയോ കാണുന്ന കുട്ടികൾ, ഈ ചാനലിൽ പഠിക്കുന്ന കുട്ടികൾ, കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികൾ പലരും 6 മാസമേ പഠിച്ചിട്ടുള്ളൂ. ഭൂരിഭാഗവും 6 മാസമേ പഠിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ അവസരത്തിൽ തന്നെ കയറി പോകാൻ പറ്റുന്ന ഒരു പരീക്ഷ ഇത്. കാരണം എന്താ, ഈ കൂട്ടത്തിലുള്ള ഭൂരിഭാഗം കുട്ടികളും സീരിയസ് അല്ല. കുറച്ച് പേര് സീരിയസ് ആയി വന്ന് പഠിക്കും, അവർ കയറിപ്പോവും. ഇതാണ് എല്ലാ വർഷവും സംഭവിക്കുന്നത്. ചിലർ ട്രൈ ചെയ്യും, പക്ഷെ ഈ ഒരു പ്രായത്തിന്റെ ഒരു പക്വതയില്ലായ്മ കൊണ്ട് പകുതി വെച്ച് ഇട്ടിട്ട് പോവുകയോ അല്ലെങ്കിൽ പകുതി വെച്ച് ഉഴപ്പുന്നത് കൊണ്ട് മൊത്തം ക്ലിയർ ആകാണ്ടിരിക്കാൻ പറ്റുമോ ചെയ്യുന്നത്. വെറും 6 മാസത്തെ കാര്യമേ ഉള്ളൂ. അപ്പൊ 6 മാസം നിങ്ങളൊരു പക്വത കാണിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അവസരമാണിത്. ഇവിടെ ഈ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നതും കോമ്പറ്റീഷൻ കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളൊരു പാരന്റ് ആയിരിക്കും, നിങ്ങൾക്ക് നിങ്ങളെ മകനെയോ മകളെയോ ഒരു 19ാമത്തെ 20ാമത്തെ വയസ്സിൽ ജോലിയിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരിക്കും ലക്ഷ്യം. ചിലപ്പോൾ ഇപ്പോൾ ഒരു 19 വയസ്സായിട്ടുണ്ടാവും. ഒന്ന് പറയാ, ഇങ്ങനൊരു അവസരമുണ്ട്, ഈ ഒരു പരീക്ഷ നല്ലൊരു അവസരമാണ്, പ്രത്യേകിച്ച് ഇത് കേന്ദ്ര സർക്കാരിന്റെ അവസരമാണ്, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ. അയാൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടും. അയാൾ ചിലപ്പോൾ ആഗ്രഹിക്കും, നമ്മൾ യുവാവായിരിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് പോലീസ് ഫോഴ്സിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ യൂണിഫോം ഉള്ള ഒരു പോസ്റ്റിൽ ജോയിൻ ചെയ്യുക. അത്തരത്തിൽ ആഗ്രഹമുള്ളവർക്ക്, പ്രത്യേകിച്ച് ഒരു ജോലി വേണ്ടവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു യൂണിഫോം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നല്ല അവസരമാണ് ഇവിടെ ഉള്ളത്. ഇത് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി തന്നെയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ അഗ്നിവീറോ ഒന്നും പോലെ 5 വർഷം ജോലി ചെയ്തിട്ട് നിങ്ങളെ പറഞ്ഞു വിടുന്ന പരിപാടിയൊന്നും അല്ല. ഒരു പ്രോപ്പർ സർക്കാർ ജോലിയാണ്. നിങ്ങൾക്ക് 50,000-ത്തിനടുത്തുള്ള സാലറി, അതിൽ കൂടുതൽ സാലറി കിട്ടുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് പോസ്റ്റിങ്ങിനനുസരിച്ചാണ് സാലറി കിട്ടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും നിങ്ങൾ സീരിയസ് ആവുകയാണെങ്കിൽ. അതൊന്ന് ഓർത്തു വെച്ചോളാം. ഏജ് ലിമിറ്റിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി ഇവിടെ OBC അതുപോലെ തന്നെ SC/ST ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ചെറിയ റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം കൂടെ എഴുതാം. അതായത് നിങ്ങൾക്ക് 23 അല്ല 26 വയസ്സ് വരെ എഴുതാൻ കഴിയുന്നുള്ളത് മനസ്സിലാക്കണം. ഇനി നിങ്ങൾ SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെ എഴുതാൻ കഴിയുന്നുള്ള കാര്യം മനസ്സിലാക്കുക. 5 വർഷം റിലാക്സേഷൻ ആണ് SC/ST കുട്ടികൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിന്റെ കൂടെ തന്നെ ഇതിൽ ഫിസിക്കൽ ടെസ്റ്റും കൂടെ നടക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ വീണ്ടും കുറവാണ്. ഫിസിക്കൽ ടെസ്റ്റിനൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാവും, അവര് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഔട്ടാവും. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കോമ്പറ്റീഷൻ കുറയ്ക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇവർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി എക്സാം പാറ്റേണിനെ പറ്റി പറയാം. ഇത് പറയുമ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതാണ് ഈ പരീക്ഷന്റെ വിജയം എന്ന് പറയുന്നത്. മാത്സ് ഉണ്ട്, കുറെ ആൾക്കാർ വീഡിയോ കാണുന്നത് നിർത്തി, ഞാനിനി ഇത് കണ്ടിട്ട് കാര്യമില്ല. ഇംഗ്ലീഷ് ഉണ്ട്, എന്നാ പിന്നെ ഞാനിനി ഇങ്ങോട്ട് വരുന്നതേ ഇല്ല. റീസണിങ് ഉണ്ട്, എന്നെ കൊണ്ട് പറ്റും തോന്നില്ല. ഈ തോന്നലാണ് നമ്മളെ യുവാക്കളെ ഇങ്ങനെ ജോലി ഇല്ലാത്തവരാക്കി നിർത്തുന്നത്. അവസരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെറുതെ നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടി പറയുന്ന, ജോലി ഇല്ലാതെ ആയി പോയതിന്റെ ഒരു റിഗ്രറ്റ്. അവസരം ഇല്ല മീൻസ് തൊഴിലില്ലായ്മ ഇല്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്,
ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ കിട്ടാത്തത് കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല, അവസരങ്ങളെ പറ്റി അറിഞ്ഞില്ല. നമ്മൾ ഡിഗ്രിക്ക് പോയി, 23 വയസ്സ് കഴിഞ്ഞാണ് ഇതിനെപ്പറ്റി ചിലപ്പോൾ അറിയുന്നുണ്ടാവുക. അപ്പോൾ നമ്മളങ്ങ് പറയും തൊഴിലില്ലായ്മയാണ് ഇവിടെ. പക്ഷെ നമുക്ക് അറിവില്ലായ്മയും കൂടെ ഉണ്ട് എന്നുള്ളത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിലുള്ള മാത്സ് നമുക്കൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതിലുള്ള ഇംഗ്ലീഷ് നമ്മളൊന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലാകെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് GK പഠിക്കുമ്പോഴാണ്. GK പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കേരളത്തിലെ കട്ട് ഓഫിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 160 മാർക്കിൽ നടക്കുന്ന പരീക്ഷയിൽ 60 മാർക്ക് വാങ്ങിയവൻ ഇത്തവണ മെഡിക്കൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത്ര ഓർത്താൽ മതി നിങ്ങൾ. ജനറൽ കുട്ടികളുടെ കാര്യം പറയുന്നത്. ഇനി OBC SC ST ഒക്കെ ആകുമ്പോൾ അതിലും കുറയും. ഓക്കെ, അപ്പോ ഇത്രയും മാർക്ക് എങ്കിലും വാങ്ങാൻ ഈ 4 സബ്ജക്ട് പഠിച്ചിട്ട് 160-ൽ 60 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവസരം ഉണ്ടെന്നുള്ളത് തന്നെ അർത്ഥം. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. എക്സാം പാറ്റേണും കോമ്പറ്റീഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എങ്ങനെയാണ് എന്നറിയണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോന്റെ അടിയിൽ ആദ്യത്തെ കമന്റിൽ ഞാനൊരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ്, ആരാണ് ഈ പരീക്ഷ എഴുതുന്നത്, ചിലപ്പോൾ നിങ്ങൾ മകനായിരിക്കുമല്ലോ, അപ്പം അല്ലെങ്കിൽ ബ്രദർ ആയിരിക്കും, ആർക്ക് വേണ്ടിയാണോ ഈ പരീക്ഷ എഴുതാൻ കൊടുക്കാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാളെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുക, ഡീറ്റെയിൽസ് ഒന്ന് പറയുക. ബാക്കി കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരാം. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ തീർച്ചയായും പറഞ്ഞുതരാം. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഒന്നും കൂടെ ഇതിലൊരു വിശ്വാസ്യത നിങ്ങൾക്ക് വരണം. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ, ഈ ചാനൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിലെ പേര് ദിശ ആർമി എക്സാംസ് എന്നാണ്. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് നമ്മൾ, ആക്ച്വലി ഈ ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ 2 വർഷമായിട്ടേ ഉള്ളൂ. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഒരുപാട് കുട്ടികളെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചിട്ടുള്ള ആളുകളാണ്. അതായത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരു 4000 കുട്ടികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ജോലിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ 3000 കുട്ടികളെങ്കിലും നമ്മളെ ചാനൽ കണ്ടു പഠിച്ച്, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളുമായിട്ട് നേരിട്ട് സംസാരിക്കുകയൊന്നും ചെയ്യാതെ ജോലിയിൽ കയറിയ കുട്ടികളാണ്. ഇനി കുറച്ച് കുട്ടികളുണ്ട്, അതായത് ഒരു 1000-ത്തിനടുത്തുള്ള കുട്ടികളെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ട് കണ്ട്, നമ്മൾ നേരിട്ട് പഠിപ്പിച്ച് ജോലിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ പോലെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ വന്നിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് അവർ ജോലി വാങ്ങിയത് കൊണ്ടാണ്. ആ കോൺഫിഡൻസിന്റെ പുറത്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് എത്താൻ വേണ്ടി കഴിയും. അപ്പോൾ മറക്കാണ്ടിരിക്കുക, താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. നിങ്ങൾ ഇത്തവണ പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ലെവലിലുള്ള ആളാണെങ്കിലും താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോ, ഈ ചാനൽ ഒന്ന് കാണാനും ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഓവറോൾ പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പരീക്ഷ നിങ്ങൾക്ക് ഒരു നല്ല അവസരമായി മാറിത്തീരുന്നതന്നെ ഞാൻ വിചാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ട്, എങ്ങനെ പഠിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിനകത്തുള്ള സിലബസ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ യോഗ്യത എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒരു കമന്റിൽ നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ മറ്റു സംശയങ്ങളും തീർച്ചയായും പറയാം. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് തരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരാളെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയോടെ വീഡിയോ അവസാനിപ്പിക്കാം. ഹാപ്പി ലേണിംഗ്.